നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. വിജയുടെ പാർട്ടി പ്രഖ്യാപനവും പേര് വെളിപ്പെടുത്തലും എല്ലാം വളരെ ആഘോഷത്തോടെയാണ് നമ്മൾ ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്. എന്നാൽ തന്റെ പാർട്ടിയുടെ പേര് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് വിജയ്. ഈ മാസം 2-നായിരുന്നു വിജയ് ഔദ്യോഗികമായി തമിഴക വെട്രി കഴകം എന്നാണ് തന്റെ പാർട്ടിയുടെ പേരെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ തിരുത്തുണ്ട്. ഇനി മുതൽ തമിഴക വെട്രി കഴകമല്ല, തമിഴക വെട്രിക്ക് കഴകം എന്ന പാർട്ടിയുടെ പേരിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. പേരിൽ മാറ്റം വരുത്തുന്നതിനായിട്ട് ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതായിട്ടാണ് വിവരം. കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചതിന് ശേഷം തീരുമാനം വിജയ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും. തമിഴ്നാടിന്റെ വിജയത്തിനായി പാർട്ടി എന്നതാണ് തമിഴക വെട്രിക്ക് കഴകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സംസ്ഥാനത്തിന്റെ അവകാശങ്ങളുടെയും തത്വങ്ങളെയും അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുകയെന്നത് പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട വിജയ് പ്രഖ്യാപിച്ചിരിക്കെ പേരിലെ പൊരുത്തക്കേടുകളെ കുറിച്ച് ചില വിമർശനങ്ങൾ ഉയർന്നതാണ് തിരുത്തൽ നടപടിയിലേക്ക് നയിച്ചത്. അതേസമയം വിജയുടെ പാർട്ടിയുടെ പേരിനെ തമിഴക വാഴ്വരും മൈ കക്ഷി സ്ഥാപകൻ വേൽമുരുകൻ രംഗത്തെത്തി. പാർട്ടിയുടെ എല്ലാം ചുരുക്കപ്പേര് TVK ആയതിനാൽ ജനങ്ങൾക്കിടയിലെ ആശയക്കുഴപ്പം ആകുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ടായിരുന്നു വിജയ് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം പാർട്ടി രൂപീകരിച്ചത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് നീങ്ങുവാനാണ് വിജയ് ഒരുങ്ങുന്നത്. ഈ മാസം ആദ്യ ആഴ്ച തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക പതാക പുറത്തിറക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ പതാകയും പുറത്തിറക്കിയിട്ടില്ല. അതിനിടയിലാണ് ഈ പേരുമാറ്റം. തമിഴ്നാട്ടിൽ ഉടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം. തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർധരരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സൗകര്യം നൽകുന്ന ട്യൂഷൻ സെന്ററുകൾ വിജയ് മക്കൾ ഇയക്കം ആരംഭിച്ചിരുന്നു. കർഷകർക്ക് സൗജന്യമായി കന്നുകാലികളെ നൽകുവാനുള്ള പദ്ധതിയും വിജയ് ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. പലപ്പോഴും വേദിയിൽ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി പറഞ്ഞില്ലെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്ന സൂചന പലപ്പോഴും വിജയ് നൽകിയിരുന്നു. തമിഴകത്ത് രാഷ്ട്രീയവും സിനിമയും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. MGR, കരുണാനിധി, ജയലളിത തൊട്ടുള്ള അനുഭവം അതാണ് നമ്മോട് പറയുന്നത്. നേരത്തെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒരുങ്ങി അനാരോഗ്യം മൂലം പിന്മാറുകയായിരുന്നു. കമൽഹാസന്റെ പാർട്ടി ആവട്ടെ എവിടെയും എത്തിയതുമില്ല. ആ സാഹചര്യത്തിൽ വിജയ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ DMK സഖ്യം, അണ്ണാ DMK, BJP, കോൺഗ്രസ് എന്നിങ്ങനെ ചിതറിക്കിടക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നത്. വിജയ് എന്ന താരത്തിന്റെ ഇമേജ് വോട്ടായി മാറിയാൽ ഈ ചതുഷ്കോണ മത്സരത്തിൽ ആര് മുന്നേറുമെന്നത് സംശയാസ്പദമാണ്. തമിഴ്നാട് കൂടാതെ പുതുച്ചേരി, കേരളം, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിലെ ആരാധക സംഘടന നേതാക്കളുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ നൽകുന്ന സൂചന. പകരം ഏതെങ്കിലും ഒരു സഖ്യത്തിന് പിന്തുണ നൽകുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. കോൺഗ്രസുമായി അടുപ്പം ഉണ്ടായിരുന്നെങ്കിലും മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവരോട് എന്ത് നിലപാട് എടുക്കും എന്നതിൽ വ്യക്തതയില്ല. നിലവിൽ തമിഴ്നാട്ടിലെ BJPയും AIDMKയും അകൽച്ചയിലാണ്. അതിനാൽ തന്നെ AIDMKയ്ക്ക് പിന്തുണ നൽകുവാനുള്ള സാധ്യത കൂടുതൽ കാണുന്നു. തമിഴ്നാട്ടിൽ അണ്ണാ DMKയുമായും പുതുച്ചേരിയിൽ NR കോൺഗ്രസുമായും സഖ്യമുണ്ടാക്കുവാനാണ് റിപ്പോർട്ടുകൾ. പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമി കഴിഞ്ഞ വർഷം വിജയ് വീട്ടിലെത്തി സന്ദർശിച്ചതിന് പിന്നാലെയായിരുന്നു NR കോൺഗ്രസ് സഖ്യം സംബന്ധിച്ച പ്രചാരണം നടന്നത്. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ പ്രശാന്ത് കിഷോറുമായി വിജയ് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായും വാർത്തകൾ വന്നിരുന്നു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയ് ആദ്യ പോരാട്ടത്തിനിറങ്ങും. നിലവിലുള്ള സിനിമകളുടെ ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മുഴുവൻ സമയം പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുക.